ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിഷനാണ്. കുരിശിലെ തിരുവാക്യങ്ങൾ അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനങ്ങൾ മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഒത്തിരി അനുഗ്രഹപ്രദമായിരിക്കും. അപ്പോൾ കുരിശിലെ ഈ തിരുവാക്യങ്ങൾ ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം, ഒന്നാമത്തത് അതാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും നമ്മളോട് വിരോധമുള്ളവർക്കും നമുക്ക് വിരോധമുള്ളവരോടൊക്കെ ക്ഷമിച്ച് പിതാവിന് ഉടമസ്ഥാവകാശം, ദൈവത്തിന് അധികാരം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകും. അപ്പോൾ ലൂക്ക 23:34. രണ്ടാമത്തെ വചനമാണ് ലൂക്ക 23:43. മറ്റേത് 23:34, ഇത് ലൂക്ക 23:43. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ആരോട് പറഞ്ഞു? ദൈവത്തിനായ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ പോലും ഇതാ നല്ല കള്ളനെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് നല്ല കള്ളന് പർദീസ വാഗ്ദാനം ചെയ്യുകയാണ്. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിലോട്ട് പോകുന്നതാണ് അർത്ഥം. കർത്താവ് ഒരിക്കൽ രക്ഷപ്പെടുത്തിയത് തന്നെ. അതുകൊണ്ട് അതുവരെയുള്ള എല്ലാ സങ്കടങ്ങളും തീരും. കർത്താവിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് പറയും? ഒരു 10-25 കൊല്ലം നീ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്ക്, എന്നിട്ട് നിൻ്റെ കാര്യം ആലോചിക്കുക. ഇപ്പം നിന്നെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരുപാട് കടവും പാപവും കിടപ്പുണ്ടെന്ന് പറയും, അല്ലേ? ഈശോ പറഞ്ഞ എന്താ? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന് വലിയ വെളിച്ചമാണ്. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് അടുത്താൽ എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവ് നമ്മളോട് കരുണ കാണിക്കും, നമുക്ക് സ്വർഗം തുറന്നു തരും. മൂന്നാമത്തെ കുരിശിലെ തിരുവാക്യമാണ് യോഹന്നാൻ 19:26. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. കുരിശിൽ നിന്നെന്ന് ഞാൻ ഈ സ്വരം കേട്ടു, ഇതാണു നിൻ്റെ അമ്മ. പ്രാണപീഡയാൽ പിടയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. അമ്മേ, 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 അമ്മേ. അപ്പോൾ ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി തീരുന്ന ഓരോ വ്യക്തിക്കും ഈ അമ്മയെ അവിടെ നിന്ന് നൽകുകയാണ്. യോഹന്നാൻ 8:31-32 വാക്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാകും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം എന്താണ്? ദൈവമാണ്, യേശുവാണ്, വചനമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ആ സത്യത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾ എൻ്റെ യഥാർത്ഥ ശിഷ്യരായിത്തീരും. യഥാർത്ഥ ശിഷ്യരായിത്തീരുന്ന ഓരോരുത്തർക്കും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായ യോഹന്നാന് നൽകിയതുപോലെ ഈശോയുടെ അന്തിമ ദാനമാണ്, സമ്മാനമാണ് ആത്മാവും അമ്മയും ആത്മാവും. അപ്പോൾ വെളിപാട് 12 നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത മറിയം അതുകൂടെ ചേർത്ത് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുരിശിലെ തിരുവാക്യങ്ങൾ പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. ലൂക്ക 21:34. രണ്ടാമത്തേത് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ലൂക്ക 23:43. മൂന്നാമത്തേത് ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ 19:26. നാലാമത്തെ വചനമാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. മത്തായി 27:46. ഏലി ഏലി ലമാ സബത്കാനി എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. ഏലി ഏലി ലമാ സബത്കാനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട്
നീ എന്നെ ഉപേക്ഷിച്ചു. അതൊരു നിരാശയുടെ പ്രാർത്ഥനയല്ല. സങ്കീർത്തനം 22 യഹൂദന്മാരുടെ വിശ്വാസവും പ്രാർത്ഥനയും പ്രകാരം ഇതാ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വരികൾ ഉരുവിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് യേശു പ്രാർത്ഥിച്ച്. അവിടെ ഒരു നിരാശയുടെ കണ്ണുനീരോ പ്രാർത്ഥനയോ അല്ല കാണുന്നത്. ഈ വരികൾ കേൾക്കുമ്പോൾ ആർക്കും തോന്നും യേശു നിരാശയോടെ ഒട്ടും പ്രത്യാശയില്ലാതെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെയല്ല. ആ സങ്കീർത്തന ഭാഗം മുഴുവൻ വായിച്ചാൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വരികൾ വായിക്കുമ്പോൾ തന്നെ അത് മുഴുവൻ ചൊല്ലിയതായിട്ടുള്ള അഭിഷേകമാണ് ലഭിക്കുന്നത്. വീണ്ടും യോഹന്നാൻ 19:28 എനിക്ക് ദാഹിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോയുടെ ദാഹം, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള, പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള ഈശോയുടെ ആ ദാഹം. യോഹന്നാൻ 19:28 കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദാഹിച്ച, ആത്മരക്ഷയ്ക്ക് വേണ്ടി ദാഹിച്ച പ്രാർത്ഥിച്ച നിമിഷങ്ങൾ നമുക്ക് വേണ്ടി. വീണ്ടും യോഹന്നാൻ 19:30 എല്ലാം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ തിരുവെഴുത്തുകളിൽ പ്രവചിക്കപ്പെടാത്ത ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ജനന, മരണ, കുരിശുമരണ, ഉദ്ധാന രഹസ്യങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് ഈ വചനങ്ങളിലൂടെ, ഈ അന്ത്യനിമിഷങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ നിത്യശത്രുവായ പിശാചിൻ്റെ ആധിപത്യത്തെ തകർത്തുകൊണ്ട് രക്ഷകനായ യേശുക്രിസ്തു തൻ്റെ കടമ ഈ ലോകത്തിൽ നിറവേറ്റുകയാണ്. യോഹന്നാൻ 3:16 പറഞ്ഞു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:17 ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്പെടാനാണ്. യേശു എന്നേക്കാട് കുരിശിൽ മരിച്ച് നശിച്ച് മണ്ണടിഞ്ഞു പോവുകയല്ല ചെയ്തത്. കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ദൈവം ഇതാ പാപത്തെ എന്നേക്കുമായിട്ട് ബന്ധിക്കുക, പാപത്തിൻ്റെ ചങ്ങലകൾ തകർത്ത് ഈശോ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ തൻ്റെ കുരിശുമരണത്തിലൂടെ നിത്യശത്രുവായ പിശാചിനെ എന്നേക്കുമായിട്ട് യേശു ബന്ധിക്കുകയായിരുന്നു. അപ്പോൾ യേശുവിനോട് ഐക്യപ്പെട്ട് റോമ 8:1 പറയുന്നുണ്ട്, യേശുവിനോട് ഐക്യപ്പെട്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. അപ്പോൾ നമ്മുടെ ശിക്ഷ, നമുക്ക് കിട്ടേണ്ട അടി, നമുക്ക് കിട്ടേണ്ട ശാപം, മുറിവുകളെല്ലാം യേശു തൻ്റെ രക്ഷാകര ദൗത്യത്തിലൂടെ, കുരിശു മരണത്തിലൂടെ, കുരിശ് ബലിപീഠമാണ്. നമ്മുടെ അപ്പനെയോ അമ്മയോ ആരെങ്കിലും കുത്തിക്കൊന്നാൽ ആ കത്തിയെ നമ്മൾ ആരാധിക്കുമെന്ന് ചോദിക്കും, ആരാധിക്കില്ല. അത്രയ്ക്ക് ബോധക്കേട് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ നാശത്തിൻ്റെ അടയാളമായിരുന്ന കുരിശ് ബലിപീഠമാണ്. കുരിശിൽ യേശു യാഗമായി തീരുകയാണ്. കുരിശിൽ യേശു ബലിയർപ്പിക്കുകയായിരുന്നു. കുരിശ് തിരുശേഷിപ്പായി രക്ഷയുടെ അടയാളമായി മാറുകയാണ്. 1 കൊരിന്ത്യർ 1:18 പറയുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. അതുകൊണ്ട് കുരിശിനോട് അകൽച്ച തോന്നുന്നത്, അല്ലെങ്കിൽ കുരിശിനെ തെറ്റിദ്ധരിക്കുന്നത് നാശത്തിലൂടെ ചരിക്കുന്നവരാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. കുരിശിൻ്റെ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോ, രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ വചനം ഇന്ന് പങ്കുവച്ചിരുന്നത്. അപ്പോൾ ഈ 7 വചനങ്ങൾ യോഹന്നാൻ 19:30 എല്ലാം പൂർത്തിയായിരിക്കുന്നു. 7-ാമത്തെ വചനം ലൂക്കാ 23:46 പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതാ പിതാവിൻ്റെ ഹിതം യേശു ഭൂമിയിൽ നിറവേറ്റുകയാണ് ചെയ്തത്. ഹെബ്രായർ 7:25 പറയുന്നുണ്ട്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. കാരണം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, കർത്താവായ
യേശു ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ ശക്തികളുടെയും മേൽ. ഫിലിപ്പിയർ 2:1-4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലും കൂട്ടിച്ചേർത്ത് വായിക്കുക, മനസ്സിലാകും. ഈ എല്ലാ ആധിപത്യങ്ങളെയും യേശു തകർത്ത് കുരിശിൽ നിത്യമായി യേശു വിജയം നേടുകയാണ്. അതുകൊണ്ട് കുരിശ് കാണുമ്പോഴേ പിശാച് അലറിക്കൊണ്ട് ഓടും. പിശാചിന് പേടി സ്വപ്നമാണ്. കുരിശ് ഉയർത്തി പ്രാർത്ഥിച്ചാൽ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, ദൈവത്തിൻ്റെ കൃപകൾ വർഷിക്കപ്പെടും. കാരണം കുരിശ് രക്ഷയുടെ അടയാളമാകണം. അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണക്കട്ടിലാവുന്ന തിരുക്കുരിശ് ഞങ്ങളുടെ ഭവനത്തിൽ നാട്ടി എല്ലാ നാരകീയ ശക്തികളെയും ആട്ടിപ്പായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ലിയോ 13 മാർപ്പാപ്പ വിശ്വാസികളോട്, പ്രത്യേകിച്ച് വൈദികരോട് പറയാൻ, നിങ്ങൾ നിരന്തരം പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുവിൻ. കുരിശടയാളം നെറ്റിമേൽ വരക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനെടുക്കുമ്പോഴും ഒക്കെ ഒന്ന് കുരിശ് വരച്ച്, വെള്ളമായാലും ഭക്ഷണമായാലും, അതുപോലെ കിടക്കാൻ വരുമ്പോൾ കട്ടിലും കിടക്കയിലും ആ തലയണയിലൊക്കെ ഒന്ന് കുരിശ് വരച്ചിട്ട് കിടന്ന് പരമാനന്ദ സുഖത്തിൽ ദൈവം ആനന്ദ നിദ്ര നൽകി എല്ലാ ശത്രുക്കളെയും ആട്ടിപ്പായിച്ച് നമ്മളെ സംരക്ഷിക്കും. കുരിശ് രക്ഷയുടെ അടയാളമാണ്. അപ്പോൾ മറന്നു പോരുത്, ഈ 7 കാര്യങ്ങൾ കുരിശിലെ തിരുവാക്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഈ വചനങ്ങൾ ആവർത്തിച്ചും എഴുതിയും പറഞ്ഞും പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുരിശിൻ്റെ ആ സംരക്ഷണത്തിൻ്റെ മുദ്രയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പിതാവായ ദൈവത്തിൻ്റെ ആ അനുഗ്രഹവും എനിക്കും നിങ്ങൾക്കും കിട്ടും. ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, ബാധകൾ ഒഴിയും, സ്വർഗം തുറക്കപ്പെടും. ഈ വചനം യേശുവിനോട് ഐക്യപ്പെട്ട് ഏറ്റെടുത്ത് ഇന്നു മുതൽ നമുക്ക് ഹൃദയത്തിൽ വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, അവരോട് ക്ഷമിക്കണമെന്ന്. യേശുവിന് ഉടമസ്ഥാവകാശം കൊടുക്കുന്നവർക്ക് മാത്രമേ ശത്രുവിനോട് ക്ഷമിക്കാനാണ് യേശു പറഞ്ഞ വാക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് നല്ല കള്ളന് കൊടുത്തതുപോലെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് നല്ല കള്ളനെ പേര് ചൊല്ലി വിളിച്ച് വിശുദ്ധനാക്കിയാണ്. ഇതുപോലെ അനുതപിക്കുന്ന ഓരോ പാപിക്കും ഈ കുരിശിലെ ആ രക്ഷയുടെ വാഗ്ദാനം ദൈവം തരികയാണ്. മാനസാന്തരപ്പെടുന്നത് വഴി നമുക്ക് ഈ വാതിൽ തുറന്നു കിട്ടും. അതുപോലെ കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം അമ്മയെ, യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായ വചനത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ അമ്മയെ നൽകുകയാണ്. ആദ്യമാതാവായ ഹൗവ അനുസരണക്കേട് കാണിച്ചെങ്കിൽ ഇതാ രക്ഷകൻ്റെ അമ്മയായി ദൈവം നിശ്ചയിച്ച തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മ പൂർണ്ണ സമർപ്പണം നടത്തി. പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും കുരിശിൻ ചുവട്ടിലുമെല്ലാം ചിതറിപ്പോയ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടി ആദിമസഭയുടെ ആരംഭവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അമ്മയുടെ ദൗത്യത്തിൽ നമ്മൾ കാണുകയാണ്. പിന്നെ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ നീ എന്നെ ഉപേക്ഷിച്ചു? അതായത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത് ഈ വീണ്ടെടുപ്പിനെ കുറിച്ച്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര ദോഷകരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെയുള്ള ദൈവിക പദ്ധതികൾ സ്വീകരിക്കാനും പോസിറ്റീവായിട്ട് എടുക്കാനും ദൈവം കൃപ തരും. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കുരിശിലെ ആപ്തവാക്യം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ദാഹിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും അവിടെ നിന്ന് നേടിയെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാരായിരുന്നാലും അവരിലേക്ക് ദൈവാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരും. എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവ് അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. കൂടുതൽ ബോധ്യവും ഉൾക്കാഴ്ചയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ. കുരിശ് കണ്ട് ഒളിച്ചോടണ്ട. കുരിശുണ്ടെങ്കിലേ കിരീടമുള്ള, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്, ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ ഒരു ഈസ്റ്ററുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരനുഭവം, അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.